CAG റിപ്പോർട്ട് നിയമസഭയിൽ പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവാണെന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എണ്ണം കുറവാണ്. 4 മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസമുണ്ടെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ റവന്യൂ മൂലധന ചെലവുകൾ അംഗീകരിച്ചതിലും അധികമാണെന്നും അത് ക്രമപ്പെടുത്തണമെന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അർജുൻ രാജ് വിശദാംശങ്ങൾ നൽകും. അർജുൻ രാജ്, വളരെ ഗൗരവതരമായുള്ള ഡോക്യുമെൻ്റായിട്ടാണ് സാധാരണഗതിയിൽ CAG നമ്മൾ പരിഗണിക്കാറുള്ളത്. ആരോഗ്യവകുപ്പിന് ഏത് നിലക്കുള്ള വിമർശനമാണ് വരുന്നത്? അത് വകുപ്പിന് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതായിട്ട് വരില്ലേ? മറ്റ് വിശദാംശങ്ങൾ എന്താണ് അതിനകത്ത്? മനീഷ, നിലവിൽ സഭയിൽ വെച്ചിട്ടുള്ള CAG റിപ്പോർട്ടിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമായിട്ടുള്ള വിമർശനം ഉണ്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പൊതുജന ആരോഗ്യ മേഖലയിൽ കുറവാണെന്ന വിമർശനം ഉണ്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം അതുകൊണ്ട് ഉറപ്പാക്കാൻ കഴിയില്ലെന്നാണ് CAGയുടെ വിമർശനം. ആർദ്ര മിഷൻ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റുന്നില്ല എന്ന വിമർശനമുണ്ട്. 4 മെഡിക്കൽ കോളേജിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണമായ കാലതാമസം ഉണ്ടെന്ന് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, മരുന്ന് ക്ഷാമം സംസ്ഥാനത്ത് വ്യാപകമാണെന്ന വിമർശനം CAGയുടെ ഭാഗത്ത് ഉണ്ട്. ആവശ്യത്തിന് മരുന്നില്ലാത്ത പരാതികൾ വ്യാപകമായി ലഭിക്കുകയാണ്. ഇക്കാര്യത്തിൽ KMMSL രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ട്. മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കാൻ KMMSL കൃത്യമായി കഴിയുന്നില്ല എന്നാണ് വിമർശനം. ഒപ്പം മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും ഇതുവരെ KMMSL നടപടിയെടുക്കുന്നില്ലെന്നാണ് വിമർശനം. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാകുന്നു. മരുന്നില്ലാത്ത അവസരങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 62,826 സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. ധനകാര്യ പരിശോധനാ റിപ്പോർട്ടും സഭയിൽ ഉണ്ട്. റവന്യൂ ചെലവ് കൂടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 0.48% റവന്യൂ ചെലവ് കൂടിയത്. അതേസമയത്ത് മൂലധന ചെലവ് കുറഞ്ഞിട്ടുണ്ട്. 2.94% മൂലധന ചെലവ് കുറഞ്ഞത്. പക്ഷേ അത് നേരത്തെ സാമ്പത്തിക റിപ്പോർട്ടിൽ നമ്മൾ അംഗീകരിച്ചതിനേക്കാൾ അധികമാണ്. മൂലധന ചെലവ് കുറഞ്ഞെങ്കിൽ കൂടി അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടി എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടിൽ വിലയിരുത്തലുള്ളത്. GST വരുമാനം 3.56% കൂടി എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. GSTയുമായി ബന്ധപ്പെട്ട് അത് നികുതി പിരിക്കുന്നതിനകത്ത് കഴിഞ്ഞ 1-2 വർഷത്തിനടുത്ത് സംസ്ഥാന സർക്കാർ എടുത്ത പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പുകളും നടപടികളും ഒക്കെ ഗുണം ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ടാണ് GST വരുമാനം 3.56% വർദ്ധിച്ചതെന്നാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, വളരെ ഗൗരവതരമായിട്ടുള്ള വിമർശനമാണ് ആരോഗ്യവകുപ്പിനെതിരെയും മറ്റും CAG റിപ്പോർട്ടിലുള്ളത്.